നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. ലാവണ്യ, നീ എന്നെ ശരിക്കും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒന്നും നിലവാരം വിട്ട് കളിക്കില്ല. ഒരു പരിധി വരെയല്ല. എപ്പോഴും നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്താലേ ഒരുപാട് തലേ കയറി നിരങ്ങും. ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മൾ വിട്ടുകൊടുത്താലേ നമ്മുടെ മഹിമ എന്തെന്ന് അമ്മയെ അറിയും. ഇത്രയൊക്കെ ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടും അമ്മ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനു പോയി തിരിച്ചു വിളിക്കണം? ഒരിക്കലും ഞാൻ തിരിച്ചു വിളിക്കില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് നന്ദി എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല. ഒളിച്ചോടിപ്പോയ ആ വിജിയെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കാലം നന്നായി നോക്കിയ നമ്മളെ ഉപേക്ഷിച്ചു പോയെങ്കിൽ അതമ്മയുടെ അഹങ്കാരം തന്നെയല്ലേ? പൊയ്ക്കോട്ടെ. തിരിച്ചു വന്നാൽ തന്നെ ഞാൻ വീട്ടിൽ കേറ്റാൻ പോകുന്നില്ല. എടുത്തി, അമ്മ വരാൻ പോകുന്നില്ല, പേടിക്കണ്ട. ഓഹോ, നിന്റെ അമ്മയെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് തിളച്ചു കേറുന്നുണ്ടോ? നിന്റെ അമ്മയ്ക്ക് വിജിയോടെ സ്നേഹം, നിനക്ക് നിന്റെ അമ്മയോടാണല്ലേ സ്നേഹം? അയ്യോ എടുത്തി, അമ്മ ഇവിടുത്തെ പോകുമ്പോ ഈ വീടിന്റെ പടി പോലും ചവിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ ഇറങ്ങിപ്പോയത്. ഞാൻ അതാ പറയാൻ വന്നേ. എന്തെങ്കിലും ജോലി കിട്ടുന്നവരെ 3 നേരത്തെ ആഹാരത്തിന് വേണ്ടി മിണ്ടാതിരുന്നേ പറ്റൂ. ശരി, വിടില്ല വണ്യ. അമ്മയെ പറ്റി ഇനി ഒന്നും സംസാരിക്കണ്ട. ഇറങ്ങിപ്പോയവർ അങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് നോക്കാം. നീ അമ്മ, എനിക്ക് കുറച്ചുകൂടെ തൈരിച്ചോറ് വേണം. മതി. ഇങ്ങനെ വെട്ടി വിഴുങ്ങിട്ട വയറിങ്ങനെ അണ്ടാവ് പോലെ ഇരിക്കുന്നെ. മുത്തശ്ശി എത്ര ചോദിച്ചാലും തരൂലോ? അതേടാ, അവര് ഊട്ടി ഊട്ടിയാ നിന്നെ ഈ പരിവാക്കി വെച്ചേ. അവരുടെ മോളെ പോലെ തന്നെ. വാ ഇങ്ങോട്ട്. അയ്യോ, ഇവന്റെ 10,000 രൂപ കടം മേടിച്ചിട്ട് ഇന്നല്ലേ കൊടുക്കാന്ന് പറഞ്ഞേ. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഫോൺ എടുത്താലും ചീത്ത വിളിക്കും, ഫോൺ എടുത്തില്ലെങ്കിൽ നേരിട്ട് വന്നും ചീത്ത വിളിക്കും. അയ്യോ, എടുത്ത് സംസാരിക്കാം. ബാബു സാറേ, പറയൂ സാറേ. ഇനി എന്നാ പറയാനാ? ഇന്ന് തീയതി എത്രയാ? കടമായിട്ട് വാങ്ങിയ 10,000 എന്നെ തരാന്ന് പറഞ്ഞതാ, എന്നിട്ട് കിട്ടിയില്ലല്ലോ. ആളെയും കാണുന്നില്ല, ഫോൺ എടുക്കത്തില്ല. അത് വേറൊന്നുമില്ല സാറേ. എനിക്ക് 1 മണിക്കൂർ സമയം കൊടുക്ക്, ഞാൻ നേരിട്ട് തന്നെ വന്ന് തന്നേക്കാം. 1 മണിക്കൂർ സമയം തരാം, ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ പൊങ്കാല ഇടും. അയ്യോ ബാബു സാറേ, അങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ. 1 മണിക്കൂറിൽ എങ്ങനെയെങ്കിലും ഞാൻ കാശ് ഒപ്പിച്ച് വരാം. ഓക്കെ അല്ലേ? മര്യാദയ്ക്ക് വേഗം പൈസ കൊണ്ടുവരാൻ നോക്ക്, ഞാൻ വെക്കുവാ. അയ്യോ ദൈവമേ, ഇവന്റെ ഇന്ന് കാശ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ആഹാ, ഇന്ന് അമ്മക്ക് പെൻഷൻ കാശ് കിട്ടുന്ന ദിവസമല്ലേ? അമ്മയുടെ കാശുണ്ടാവുമല്ലോ. പെട്ടെന്നൊരു അത്യാവശ്യം വന്ന കാശ് തരുന്നത് അമ്മ മാത്രാണ്. ആ അമ്മയാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. എന്താ ഇപ്പൊ ഒന്ന് ചെയ്യാ? എടാ ശിവ, എന്തായിട്ട് പറ. അമ്മ എവിടെടാ? നിന്നോട് തന്നെയായി ചോദിക്കുന്നേ, അമ്മ എവിടെയാടാ? എനിക്കെങ്ങനെ അറിയാനാ? ഫോൺ ചെയ്ത് നോക്ക്. ഇന്നലെ ഞാൻ ഫോൺ ചെയ്തതാ, എടുക്കണ്ടേ? ഇനിയിപ്പോ ആ വിജിയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവോ? എനിക്കറിയില്ല ഏട്ടാ. ഏയ് ഡാ, അമ്മയോട് എനിക്കും സ്നേഹമുണ്ടടാ. എങ്ങനെയാടാ സ്വന്തം അമ്മയെ വെറുക്കാൻ പറ്റുക? അമ്മ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി സമാധാനിപ്പിച്ചു കൊണ്ടുവരും. എന്നാ ദയവ് ചെയ്ത് അകത്തിരിക്കുന്ന രാക്ഷസിയോട് മാത്രം നീ പറഞ്ഞേക്കല്ലേ പ്ലീസ്. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. അതെ, നിങ്ങൾ എങ്ങോട്ടേ പോകുന്നേ? ഒന്നുമില്ല, അടുത്തൊരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് വരാം. പോയിട്ട് വേഗം വരണം. നില ജോളിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അമ്മേ, എന്തിനാ അമ്മ ഇവിടെ വന്നിരിക്കുന്നത്? വീട്ടിലേക്ക് വാ, പോവാം. ഇവിടെ വരാൻ പാടില്ലെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അമ്മയോടാ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ, മറുപടി പറ. എടാ, വെറുതെ ഇവിടെ വന്ന് ഒച്ച ഉണ്ടാക്കാൻ നിൽക്കാതെ
നിന്റെ ഭാര്യ ഈ കണ്ട അനാവശ്യമൊക്കെ പറഞ്ഞപ്പോ അതും കേട്ട് ഞാൻ അവിടെ നാണം കെട്ട് ചോറ് തിന്ന് കിടക്കണം.